ശ്രീ എ സമ്പത്ത്, ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ പോയി നേടിയിരിക്കുന്നത് കടം എടുക്കാനുള്ള അനുമതിയാണ്. കുറച്ച് പൈസ കൂടി നമ്മൾ കടം മേടിക്കണം. ആ കടം മേടിച്ചു കഴിഞ്ഞാൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കടം എന്ന് പറയുന്നത് അനിയന്ത്രിതമായി എടുക്കുക എന്ന് പറയുന്നതും ഒരു ശരിയായ മോഡലല്ല, പ്രത്യേകിച്ച് അത് മൂലധന ചെലവുകൾക്കല്ലാതിരിക്കുമ്പോൾ. അഭിലാഷേ, ഇതിൽ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3)(3) 293(4) പ്രകാരവും ഈ ഭരണഘടന അനുസരിച്ചുള്ള സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാദത്തമായ അധികാരാവകാശത്തിന്മേലുള്ള അതിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കൈകടത്തലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത്. കേരളത്തിന് യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന വായ്പാ അനുപാതത്തിൽ അതിലിപ്പോൾ നമ്മൾ ഈ 13,609 കോടി രൂപയല്ല, അത് വാസ്തവത്തിൽ 24,000 കോടി രൂപയ്ക്ക് അപ്പുറമുള്ളതിൻ്റെ ഒരു തർക്കമുണ്ട്. അതിലാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ഇത് വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് എല്ലാ വിഷയവും പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ധനകാര്യമന്ത്രിയുടെ തന്നെ ഇന്ന് വാർത്താക്കുറിപ്പ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് വായ്പാ അനുവാദങ്ങളിൽ ലഭിച്ചിട്ടുള്ള കുറവ് എന്നുള്ളത് 57,400 കോടി രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ കമ്മി ഗ്രാൻഡിലെ കുറവ് 8,400 കോടി രൂപയുടേതാണ്. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയപ്പോൾ ഉണ്ടായ കുറവ് 12,000 കോടി രൂപയുടേതാണ്. നികുതി വിഹിതം 3.58 എന്നുള്ള പെർസെൻറ്റേജിൽ നിന്നാണ് 1.9255% കുറഞ്ഞത്. അപ്പോൾ ഇത് കുറച്ചപ്പോൾ തന്നെ 18,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടാവുകയാണ്. പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ്, കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ വായ്പാ അനുമതിയിൽ വന്ന കുറവ് 19,000 കോടി രൂപയുടേതാണ്. ഈ ഗ്രാൻറ്റുകളും അതുപോലെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതങ്ങളുടെ കുടിശ്ശികയായി 7,000-ലധികം കോടി രൂപയുടെ ലഭിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കുള്ള വിഹിതമായി 1,100 കോടി രൂപ, ദുരിതാശ്വാസങ്ങൾക്കുള്ള വിഹിതം 139 കോടി രൂപ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 69 കോടി രൂപ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് കാപ്പെക്സ് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് 3,000 കോടി രൂപ, ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിന് നൽകേണ്ടതാണ്. ഇതെല്ലാം തർക്ക വിഷയം തന്നെയാണ്. ഇത് നൽകാത്തത് കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 131 അനുസരിച്ച് എന്തായാലും ഈ ഡിസ്പ്യൂട്ട് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്റിറ്റീസ് തമ്മിലുള്ള തർക്കമാണെന്ന് എന്തായാലും കോടതി തന്നെ പറഞ്ഞല്ലോ. സുപ്രീം കോടതി പരിഹരിക്കട്ടെ എന്ന് വിചാരിക്കാം.